ഉണ്ണിമുകുന്ദന് അനുശ്രീയെ വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് വളരെയധികം ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. നമുക്കതിൻ്റെ ഡീറ്റെയിലിൽ നിന്ന് പോവാം. ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതിനിടയിൽ ഇരുവരും ഒന്നിച്ച് ഒരു അഭിമുഖവും നൽകിയിരുന്നു. അതിൻ്റെ ബാക്കിയായി പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി ഇരിക്കുന്നത്. അതായത് ജയ് ഗണേഷ് എന്ന പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഉള്ളത്. രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഏകദേശം ഏപ്രിൽ 11, അതായത് വിഷുവിന് മുമ്പ് തിയേറ്ററിൽ എത്തിക്കാനാണ് അതിൻ്റെ അണിയറ ശില്പികൾ ഒരുങ്ങിയിട്ടുള്ളത്. ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായി പല ചാനലുകളിലും ഉണ്ണി മുകുന്ദൻ അഭിമുഖം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചാനലിൽ നടൻ അതിഥിയായി എത്തിയപ്പോൾ ഉണ്ണിക്ക് സർപ്രൈസ് നൽകാൻ അനുശ്രീയും എത്തിയിരുന്നു. ആ അഭിമുഖം വൈറലാവുകയും ചെയ്തു. ഉണ്ണി മുകുന്ദനും അനുശ്രീയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും കല്യാണം കഴിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഉള്ള തരത്തിൽ പല സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം കൂടി വന്നത്. അപ്പോൾ അത് ആരാധകരെ ഏറ്റുപിടിച്ചു. എങ്കിൽ പിന്നെ ആ ഗോസിപ്പിന് ഒട്ടും കുറവ് വരുത്തേണ്ട എന്ന് കരുതി മനഃപൂർവ്വം അതെ ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന തരത്തിൽ ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. ആ അഭിമുഖത്തിന് ഉണ്ണിയും അനുശ്രീയും എത്തിയ മനോഹരമായ വീഡിയോ ആണ് ഇപ്പോൾ അനുശ്രീയുടെ പേജിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. സനേഷം എന്ന സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ എടുത്ത വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് അനുശ്രീയുടെ പേജ് വൈറലായത്. അതിൻ്റെ ആദ്യത്തെ ചില കമൻറ്റുകളോടെല്ലാം അനുശ്രീ പ്രതികരിക്കുകയും ചെയ്തു. ഉണ്ണിക്ക് അനുശ്രീയെ വേണ്ട എന്നായിരുന്നു ഒരു ആരാധികയുടെ കമൻറ്റ്. അതിന് അനുശ്രീ നൽകിയ മറുപടി ഇയാൾ പറഞ്ഞതുകൊണ്ട് ഓക്കെ എന്നായിരുന്നു. ഇരുവരോടും ഉള്ള സ്നേഹവും ആരാധനയും അറിയിച്ചുകൊണ്ടുള്ള വേറെ ചില കമൻറ്റുകളും അനുശ്രീയുടെ ഇമോജിയിലൂടെ മറുപടി നൽകിയിട്ടുണ്ട്. അതായത് അനുശ്രീയും ഉണ്ണിയും തമ്മിൽ നല്ല മാച്ചാണ്, ഇവർ റിയൽ ലൈഫിൽ ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ കാണാവുന്നതാണ്. എന്നാൽ ഇതിനോടൊന്നും അനുശ്രീ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം എന്തിനാണ് പ്രമോഷന് വേണ്ടി ഇത്രയും ഗോസിപ്പുകൾ എന്നാണ് വേറൊരു വിഭാഗം ചോദിക്കുന്നത്. അങ്ങനെ ഒരു വിമർശനം കൂടി അനുശ്രീക്കെതിരെ നൽകുന്നുണ്ട് മറ്റൊരു വിഭാഗം. അതായത് അനാവശ്യമായ ഗോസിപ്പുകൾ ഉണ്ടാക്കി ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട എന്നുള്ള ഉപദേശവും ചില ആരാധകർ അനുശ്രീക്ക് നൽകുന്നുണ്ട്. ജയ് ഗണേഷ് എന്ന സിനിമയുടെ ഒരു ഭാഗവും അല്ലാതിരുന്നിട്ടും അനുശ്രീയെ ഉണ്ണിമുകുന്ദനൊപ്പം വിളിച്ചു വരുത്തി അഭിമുഖം നൽകുന്നതും ഇത്തരം വീഡിയോകൾ പുറത്തെടുക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ തന്നെയല്ല ഇത്തരം ഗോസിപ്പുകൾ പ്രോത്സാഹനം നൽകുന്നതെന്നാണ് വിമർശകരുടെ ചോദ്യം. അപ്പോൾ ഇവർ തമ്മിൽ എന്താവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ.